ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈത്തിഹി ത്വയ്യിബീന ത്വാഹിരീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബിൻത് ഖുവൈലിദ് അൽ അസദിയ അൽ ഖുറഷിയ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്. ഇന്ന് നമ്മൾ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന ആ ഒരു പരിശുദ്ധ പദവിയിൽ സ്ഥാനം നേടിയ സൗദത്ത് ബിന്ദു സംഅ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഈ ഡേറ്റ് ഇത് ശരിയല്ല, അത് തെറ്റിപ്പോയതാണ്. അതായത് 674 അവരുടെ മരണത് ശരിയല്ല. സൗദത്ത് ബിന്ത് സംഅ റളിയല്ലാഹു തആല അൻഹ, അവരുടെ ചരിത്രം ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രത്തെ പോലെ വിശാലമായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. എന്നാലും നമുക്കതിൽ ചരിത്രത്തിൽ പ്രസ്താവ്യമായ പലതും ഇൻഷാ അല്ലാഹ് ഇവിടെ അനുസ്മരിക്കാം. സൗദ ബിന്ത് സംഅ അവരുടെ വിളിപ്പേര് ഉമ്മുൽ അസ്വദ് എന്നാണ്. ഉമ്മുൽ അസ്വദ്. അൽ അസ്വദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ല, സാദെ യസൂദു എന്ന് പറഞ്ഞാൽ നയിച്ചു, നായകത്വം വഹിച്ചു എന്നാണ് അല്ലേ. അതിൽ നിന്നാണ് അൽ അസ്വദ്. അൽ അസ്വദ് എന്ന് പറഞ്ഞാൽ പിന്നെ നായകൻ എന്ന അർത്ഥത്തിൽ. സൗദത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്, കറുപ്പ് എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ നേതൃത്വം, നായകത്വം എന്ന അർത്ഥത്തിലാണ് പദം തന്നെ, സൗദ എന്നുള്ള പദം. ഉമ്മുൽ അസ്വദ് എന്ന പേരിലാണ് അവർ വിളിക്കപ്പെടുന്നത്. അവരുടെ പേര് സൗദത്ത് ബിന്ദു സംഅ. അവരുടെ പിതാവ്, സൗദ റളിയല്ലാഹു അൻഹയുടെ പിതാവ് സംഅത്ത് ഇബ്നു ഖൈസ് ഇബ്നു അബ്ദു ഷംസ് ഇബ്നു വുദ് ഇബ്നു നസ്ർ ഇബ്നു മാലിക് ഇബ്നു ഹസൽ ഇബ്നു ആമിർ ഇബ്നു ലുഐ എന്നാണ്. അതുവരേക്കും ഞാൻ പിതൃപരമ്പര എഴുതിയത് ഈ ലുഐനെ ആ പരമ്പരയിൽ കിട്ടാനാണ്. എന്തിനാണ് അത് ലുഐനെ കിട്ടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയും സൗദത്ത് റളിയല്ലാഹു തആല അൻഹയുടെ പിതൃപരമ്പരയും ചെന്ന് ചേരുന്ന കണ്ണിയാണ് ആര്? ലുഐ. സുൽത്താൻ്റെ ഉപ്പ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസയ്യ്, കിലാബ്, മുറത്ത്, കഅബ്, ലുഐ ഉണ്ടോ. ലുഐൻ്റെ മകൻ കഅബിൻ്റെ സന്താന പരമ്പരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരും. ലുഐൻ്റെ മകൻ ആമിറിൻ്റെ സന്താന പരമ്പരയിൽ സൗദ എന്നവരുടെ പിതാവ് വരും. മനസ്സിലായോ? അതുകൊണ്ട് ഇവരെക്കുറിച്ച് പറയൽ സൗദത്ത് ബിന്ദു സംഅ അൽ ആമിരിയ എന്നാണ്. ആമിരിയ ഈ പിതാവിലേക്ക് ചേർത്ത് സംഅ ബിന്ത് ഖൈസ് അൽ ആമിരിയാണ്, അൽ ആമിരി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയും സൗദ എന്നവരുടെ പിതൃപരമ്പരയും എന്ത് ചെയ്ത് ലുഐയിൽ കണ്ണി ചേരുന്നു എന്നുള്ളതാണ് ആ പിതൃപരമ്പരയുടെ പ്രത്യേകത. സൗദ റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മ ഷമൂസ് ബിന്ത് ഖൈസ് എന്നവരാണ്. ഷമൂസ് ബിന്ത് ഖൈസ്, അതാണ് അവരുടെ ഉമ്മാൻ്റെ പേര്. അവർ യസ്രിബ് നിവാസിനിയാണ്, മദീനക്കാരിയാണ്. ഓക്കെ, ഇവിടെ ഷമൂസ് ബിന്ത് ഖൈസ് ഇബ്നു അംർ ഇബ്നു സെയ്ദ് ഇബ്നു ലബീദ് ഇബ്നു ഖിദാഷ് ഇബ്നു ആമിർ ഇബ്നു ഗൻം ഇബ്നു അദി ഇബ്നു നജ്ജാർ ഇബ്നു അന്നജ്ജാർ. അന്നജ്ജാർ എന്നുള്ളത് പ്രസിദ്ധമാണ്. നമ്മൾ ബനൂ നജ്ജാറിനെ കേൾക്കാറുണ്ട്. ബനൂ നജ്ജാർ ആരാ? ബനൂ നജ്ജാർ മദീനയിലെ അറിയപ്പെട്ട ഗോത്രമാണ്. ബനൂ നജ്ജാർ മദീനയിൽ അറിയപ്പെട്ട ഗോത്രമാണ് ബനു അൻ നജ്ജാർ.
അത് ആ ഗോത്രം ഈ വ്യക്തിയിലേക്ക് ചേർത്താണ് അൻ-നജ്ജാർ. ഇദ്ദേഹം ഈ കണ്ണിയിൽ പ്രസിദ്ധനാണ് അൻ-നജ്ജാർ. ഇദ്ദേഹത്തിന് അൻ-നജ്ജാറിന് 4 മക്കളുണ്ട്. ഒന്ന് അദി, ഇത് ഈ വ്യക്തി, പിന്നൊന്ന് മാലിക്, പിന്നൊന്ന് മാസിൻ, പിന്നൊന്ന് ദീനാർ. അൻ-നജ്ജാർ എന്ന് പറയുന്ന സൗദ റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മയുടെ പിതൃപരണ്ടല്ലോ, പിതൃപരമ്പര, ആ പറയിലാണ് അൻ-നജ്ജാർ. അൻ-നജ്ജാർ എന്ന വ്യക്തിയുടെ പേര് അൻ-നജ്ജാർ എന്നല്ല, ഇദ്ദേഹത്തിൻ്റെ പേര് തൈമുള്ള എന്നാണ്. തൈം അല്ലാ എന്നാണ്. തൈമുള്ള എന്ന് പറയും, തൈമുല്ലാത്ത് എന്ന് പറയും. അള്ളാഹ് എന്നുള്ളതിനെ അവർ കുറേ മുശ്രിക്കുകൾ ലാത്ത് എന്ന് വിളിച്ചിരുന്നല്ലോ. അപ്പോൾ തൈമുല്ലാത്ത് എന്നും തൈമുള്ള എന്നും പറയപ്പെട്ടിരുന്നു ഈ അൻ-നജ്ജാറിന്. പക്ഷെ അദ്ദേഹത്തിന് വിളിപ്പേര് വന്നതാണ് അൻ-നജ്ജാർ എന്ന്. അദ്ദേഹം പിന്നെ നജ്ജാർ എന്താ ആശാരിയാണ്. നിജാറ എന്ന് പറഞ്ഞാൽ ആശാരിപ്പണിയാണ് അല്ലേ. ഈ ഉളി കൊണ്ട് പരിച്ഛേദനയേറ്റത് കാരണത്താൽ, ഈ ഹിത്താനേറ്റത് കാരണത്താലാണ് അദ്ദേഹത്തിന് അൻ-നജ്ജാർ എന്ന പേര് ചരിത്രത്തിൽ വന്നതാണ്. അദ്ദേഹമൊക്കെ ജീവിച്ചത് വളരെ പിൽക്കാലത്ത് തന്നെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദയത്തിൻ്റെ എത്രയോ മുമ്പ് ജീവിച്ച ആളാണ് ആര്, അൻ-നജ്ജാർ. അദ്ദേഹം ഈ ബനു നജ്ജാർ ഖസ്റജിയാണ്. ഖസ്റജി എന്ന് പറഞ്ഞാൽ മദീനയിൽ 2 ഗോത്രമാണ്, ഒന്ന് ഔസും മറ്റൊന്ന് ഖസ്റജും. അവരാണ് അൻസാരികൾ. ഔസുണ്ട് ശരിയല്ലേ, അൽ ഖസ്റജ്. ഇവർ 2 ഗോത്രങ്ങൾ ഹാരിസ എന്നവരുടെ മക്കളാണ്. 2 മക്കൾ. ഔസ് ഖസ്റജ് ഗോത്രം ഹാരിസ ഇബ്നു അംറിൻ്റെ മക്കളാണ്. ഇവർക്ക് ബനു ഖൈല എന്ന് പറയും. ബനു ഖൈല. ഖൈല എന്ന് പറയാൻ കാരണം ഇവരുടെ അമ്മ ഖൈലയാണ്. ഖൈല ബിന്ത് കാഹിൽ എന്ന് പറയുന്ന പെണ്ണാണ്. അതുകൊണ്ട് ബനു ഖൈല എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ യഹൂദന്മാർ ഖുറൈശികൾ മദീനക്കാരോട് നബിയുടെ ആഗമനത്തെക്കുറിച്ച് പറയുന്നത് യാ ബനി ഖൈല ഹാദാ ജദ്ദുക്കും അല്ലദീ തൻതളിറൂനഹു. ബനു ഖൈല, ഇതാ നിങ്ങളുടെ ജദ് എന്ന് പറഞ്ഞെങ്കിൽ ഭാഗ്യവാൻ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഭാഗ്യവാൻ ഇതാ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഇങ്ങനെ വിളിച്ചിട്ടാണ് ജൂതന്മാർ ബനു ഖൈല എന്ന്. കാരണം ഈ 2 പേരുടെയും ഉമ്മ ഖൈലയാണ്, വാപ്പ ഹാരിസിയാണ്. ഏതായാലും ഔസ് ഖസ്റജ്, ഈ ഖസ്റജിൻ്റെ മക്കളിൽ ഒരാളാണ് ആര്, പേരമക്കളിൽ ഒരാളാണ് നജ്ജാർ. ഇദ്ദേഹം നജ്ജാർ തൈമുള്ള ഇബ്നു സാലബ ഇബ്നു അംർ ഇബ്നുൽ ഖസ്റജാണ്. ഖസ്റജിൻ്റെ മകൻ, അംറിൻ്റെ മകൻ, സാലബയുടെ മകൻ, തൈമുള്ളയുടെ മകൻ. തൈമുള്ളയാണ് ആര്, നജ്ജാർ. തൈഫ്. അപ്പോൾ ഈ ഷമൂസ് ഇവരക്കാരാണ്, ഖസ്റജാണ്. ഞാൻ ഈ നജ്ജാർ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് എഴുതിയത് സൗദ റളിയല്ലാഹു തആല ഉമ്മയുടെ ഉമ്മ അവർ ബനു നജ്ജാർ ഗോത്രക്കാരി എന്ന് പറയാനാണ്. ബനു നജ്ജാർ അവർ പല ഉപഗോത്രങ്ങളാണ്. ഒന്ന് ബനു അദി, അതിലാണ് ഷമൂസ്, ഹസ്സാൻ ഇബ്നു സാബിത്ത്, ഉബൈ ഇബ്നു കഅബ് ഇവരൊക്കെ ആ ഗോത്രത്തിലാണ് വരിക. മാലിക്, അത് പിന്നെ ബനു അദി ഇതിലാണ് ഇവർ വരിക, സൗദ ഇവരൊക്കെ വരിക. പിന്നെ ഈ നജ്ജാർ ഇബ്നു മാലിക്കിലാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത്, ഉബൈ ഇബ്നു കഅബ് അവരൊക്കെ വരിക അല്ലേ. ഈ നജ്ജാർ അദ്ദേഹത്തിൻ്റെ മകൻ മാസിൻ, അവരിലാണ് നുസൈബ ബിന്ത് കഅബ് അൽ മാസിനി അവർ. നുസൈബ ബിന്ത് കഅബ് ആരാ? നുസൈബ ബിന്ത് കഅബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉഹദിൽ പിന്നെ ശത്രുക്കളിൽ നിന്ന് മറ തീർത്ത മഹദിയാണ് ആര്? നുസൈബ, ഉമ്മു അമ്മാറ എന്ന നുസൈബ. വളരെയധികം സാഹസം നയിച്ചു. കാരണം അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത്രയും ഒപ്പം നിൽക്കാൻ കാരണം എന്താണ്? ഈ ഒരു ബന്ധാണ്. അവരൊക്കെ ബനു നജ്ജാർ ഗോത്രക്കാരാണ്, മനസ്സിലായില്ലേ, മാസിനിയ. അതേപോലെ ദീനാർ എന്ന് പറഞ്ഞിട്ട് നജ്ജാറിന് ഒരു മകനുണ്ടായിരുന്നു, മനസ്സിലായില്ലേ, അവരാണ് ബനു ദീനാർ. നമ്മൾ ഉഹദിൻ്റെ ചരിത്രത്തിൽ വായിക്കും, ബനു ദീനാർ ഗോത്രക്കാരിയായ ഒരു പെണ്ണ് വന്നിട്ട് മാ ഫഅല റസൂലുള്ളാഹിക്ക് എന്ത് പറ്റി എന്ന് പറയുന്നുണ്ട്, മനസ്സിലായി. അപ്പോൾ ആ ബനു ദീനാർ ഗോത്രക്കാരിയുടെ ഉപ്പയും സഹോദരനും മകനും ഭർത്താവും കൊല്ലപ്പെട്ടിരുന്നു ഉഹദിൽ, മനസ്സിലായി. 4 ജനാസകൾ ഇങ്ങനെ അവരെ പ്രതീക്ഷിക്കണേ, 4 ജനാസകളാണ് അവർ വരുന്ന വഴിയിലുള്ളത്. അപ്പോൾ
ഈ ദീനാർ ഗോത്രക്കാരിയായ പെണ്ണിനോട് പറയാണ്, അവരോട് പറയാണ്, ആ സഹാബിയോത്തിനോട് പറയാണ്, നിങ്ങളുടെ ഉപ്പ മരിച്ചിരിക്കുന്നു. അപ്പോൾ അവർ പറയണത് മാ ഫാല റസൂലുള്ള, നിങ്ങളുടെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. അപ്പോഴും അവർ മാ ഫാല റസൂലുള്ള. നിങ്ങളുടെ സഹോദരൻ മരിച്ചിരിക്കുന്നു, അപ്പോഴും മാ ഫാല റസൂലുള്ള. ഭർത്താവ് മരിച്ചിരിക്കുന്നു, അപ്പോഴും മാ ഫാല റസൂലുള്ള. റസൂലുള്ള എന്ത് ചെയ്യുന്നു എന്ന് പറയാനാണ്. അവസാനം അവർ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയാക്കിയപ്പോൾ റസൂലുള്ളാഹിൻ്റെ വസ്ത്രം പിടിച്ചിട്ട് അവർ പറഞ്ഞത് കുല്ലു മുസീബത്തിൻ ബഅദക ജുലൽ എന്നാണ്. എല്ലാ മുസീബത്തും നിങ്ങൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നിസ്സാരമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബനു ദീനാർ ഗോത്രക്കാരി ഉണ്ടാവുക അവരാരാണ്? ബനു നജ്ജാറിൽപ്പെട്ടവരാണ്. ഞാൻ അത് പറഞ്ഞതെന്താ വെച്ചാൽ ഈ നജ്ജാർ എന്നവരുടെ, തൈമുള്ള എന്നവരുടെ 4 മക്കൾ അദിയ്, മാലിക്, മാസിൻ, ദീനാർ, ഇവരുടെ സന്താന പരമ്പരകളാണ് പിന്നീട് ബനു നജ്ജാർ എന്ന പേരിൽ മദീനയിൽ പ്രസിദ്ധമായത്. മനസ്സിലെ ആ ബനു നജ്ജാറിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയാപ്പ റസൂലുള്ളാഹിൻ്റെ ഉപ്പ അബ്ദുള്ള, അബ്ദുള്ളാൻ്റെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, ഈ അബ്ദുൽ മുത്തലിബിൻ്റെ വാപ്പ ഹാഷിം കല്യാണം കഴിച്ചത്. ഹാഷിം കല്യാണം കഴിച്ചത് ഈ ബനു നജ്ജാർ ഗോത്രത്തിലെ സൽമ എന്ന് പറയുന്ന സ്ത്രീയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു ബന്ധം, ഒരു കുടുംബ ബന്ധം എവിടെ ഉണ്ടാകുന്നത്? റസൂലുള്ള മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് മദീനയിലുള്ളത്. റസൂലുള്ള പറയാറുള്ളത് എൻ്റെ അഹ്വാലുകളാണ് ബനു നജ്ജാർ എന്നാണ്. എൻ്റെ അഹ്വാലാണ് ബനു നജ്ജാർ എന്നാണ്. അഹ്വാൽ എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ കുടുംബക്കാർ, വല്യമ്മാൻ്റെ കുടുംബക്കാർ എന്ന അർത്ഥത്തിൽ, മനസ്സിലല്ലേ? അതുകൊണ്ടാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വരുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം മദീനയിൽ പ്രചരിപ്പിച്ച 2 ആളുകളായിരുന്നു. പിന്നെ ഒന്ന് മിസ്അബ് ബിൻ ഉമൈർ, അദ്ദേഹത്തിന് മുമ്പ് അസ്അദ് ബിൻ സുറാറ. ഈ അസ്അദ് ബിൻ സുറാറ നജ്ജാരിയാണ്, ബനു നജ്ജാർ ഗോത്രക്കാരനാണ്, മനസ്സിലായില്ലേ? അസ്അദ് ബിൻ സുറാറ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്ന് 9 മാസം ആകുമ്പോഴത്തേക്ക് അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്, അസ്അദ് ബിൻ സുറാറ. അപ്പോൾ അവർ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, റസൂലെ ഞങ്ങളുടെ നഖീബ് മരിച്ചു, ഞങ്ങളുടെ നേതാവ് മരിച്ചു, ഞങ്ങൾക്ക് അസ്അദ് ബിൻ സുറാറയായിരുന്നു നേതാവ്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് നഖീബാണ് ഇനി മുതൽ എന്ന് പറയുന്നുണ്ട്. ബനു നജ്ജാർ ഗോത്രത്തോടുള്ള ഒരു റസൂലുള്ളാഹിൻ്റെ അടുപ്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വരുമ്പോൾ ഈ ബനു നജ്ജാർ ഗോത്രക്കാർ ഉണ്ടല്ലോ, അവരാണ് പ്രത്യേകം റസൂലുള്ളാഹിനെ സ്വീകരിക്കുന്നത്. യാ ഹബ്ബദ മുഹമ്മദും മിൻ ജാരി നഹ്നു ബനാത്തും മിൻ ബനി നജ്ജാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് പാടുണ്ട്. നഹ്നു ബനാത്തും മിൻ ബനി നജ്ജാർ, ഞങ്ങൾ ബനു നജ്ജാറിലെ പെൺകുട്ടികളാണ്. യാ ഹബ്ബദ മുഹമ്മദും മിൻ ജാരി, മുഹമ്മദ് ഞങ്ങൾക്ക് അയൽവാസിയായി ഇതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്തത്, അവർ റസൂലുള്ളാഹിനെ മദീനയിൽ സ്വീകരിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ബനു നജ്ജാർ ഗോത്രം മദീനയിൽ വളരെ നബിയോട് അടുത്ത വേണ്ടപ്പെട്ട ഒരു ഗോത്രമായിരുന്നു. ഏതായാലും ആ ഗോത്രത്തിൽ, ബനു നജ്ജാർ ഗോത്രത്തിൽ നജ്ജാറിൻ്റെ മകൻ അദി, ഈ ബനു അദിയിൽ, അതതിൻ്റെ ഉപഗോത്രമാണ്. ബനു നജ്ജാറിൻ്റെ ഉപഗോത്രമായ ബനു അദിയിലാണ് അഷമൂസ് ബിൻ ഖൈസ് എന്ന മഹദി. അവരാണ് ആര്? സൗദ റളിയല്ലാഹു തആല അൻഹയുടെ മാതാവ് ഷമൂസ് ബിൻ ഖൈസ്. സൗദ ബിന്ത് സംഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അവരെ വിവാഹം കഴിച്ചിരുന്നത് അസ്സക്രാൻ ഇബ്നു അംർ എന്നാണ്. അസ്സക്രാൻ ഇബ്നു അംർ അൽ ആമിരി, അസ്സക്രാൻ ഇബ്നു അംർ അൽ ആമിരി, ബനു ആമിർ ഗോത്രക്കാരനായ സക്രാൻ ഇബ്നു അംർ എന്നവനാണ് അദ്ദേഹത്തെ അവരെ കല്യാണം കഴിച്ചത്. ഈ സക്രാൻ ഇബ്നു അംർ സുഹൈൽ ഇബ്നു അംറിൻ്റെ സഹോദരനാണ്. സുഹൈൽ ഇബ്നു അംർ, മാലിക് ഇബ്നു അംർ എന്നിവരുടെയൊക്കെ സഹോദരനാണ്. സുഹൈൽ ഇബ്നു അംർ പ്രസിദ്ധനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹുദൈബിയയിൽ കണ്ടുമുട്ടി. ഹുദൈബിയയിൽ മുശ്രിക്കീങ്ങൾക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എഴുതുന്നത് സുഹൈൽ ഇബ്നു അംറാണ്. സുഹൈൽ ഇബ്നു അംർ അറിയപ്പെട്ട പ്രാസംഗികനാണ്. ഇസ്ലാമിനെതിരിൽ നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഉമർ പറയുന്നുണ്ട്, റസൂലെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുൻപല്ലുകൾ പിഴുതെടുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വേണ്ട ഉമർ, ആ പല്ലുകൾ നിനക്ക് ഉപകരിക്കുന്ന ഒരു നാളെ പുലരും എന്ന് പറയുന്നുണ്ട്. അത് പുലർത്തും ചെയ്ത് പിൽക്കാലത്ത് സുഹൈൽ ഇസ്ലാം സ്വീകരിച്ച് മക്ക ഫതഹിന് മുമ്പായിട്ട് തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. വലിയ ചരിത്രമാണ് സുഹൈലിൻ്റേത്. ആ സുഹൈൽ ഇബ്നു അംറിൻ്റെ അൽ ആമിരിയുടെ സഹോദരനാണ് സക്രാൻ ഇബ്നു അംർ. അദ്ദേഹമാണ് സൗദയെ ആദ്യം കല്യാണം കഴിച്ചിരുന്നത് റളിയല്ലാഹു തആല അൻഹുമാ. സക്രാൻ ഇബ്നു അംർ സൗദ എന്നവരോടൊപ്പം ഹബശയിലേക്ക് ഹിജറ പോയിട്ടുണ്ട്.
അപ്പോൾ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ഈ ദമ്പതികൾ, സൗദ സക്രാൻ ദമ്പതികൾ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ ഹബഷയിലേക്ക് നിർബന്ധമായും ഹിജറ പോകേണ്ടി വന്നപ്പോൾ രണ്ടാം ഹബഷ ഹിജറയിൽ പങ്കെടുത്തവരാണ് സക്രാനും സൗദയും. സക്രാൻ്റെ കൂടെ സക്രാൻ്റെ സഹോദരൻ മാലിക് ബിൻ ആംബ്ർ ഉണ്ടായിരുന്നു. മാലിക് ബിനു ആംബ്ർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അമീറ ബിന്ത് സഅദി എന്ന് പറയുന്ന മഹദി ഉണ്ടായിരുന്നു. അപ്പോൾ സക്രാൻ ഇബ്നു ആംബ്രും സൗദയും അവർ ദമ്പതികൾ. സക്രാൻ്റെ സഹോദരൻ മാലിക് ബിൻ ആംബ്രും അദ്ദേഹത്തിൻ്റെ ഭാര്യ അമീറ ബിന്ത് സഅദിയും ആ ഹിജറയിലുണ്ടായിരുന്നു. പക്ഷേ സക്രാൻ സൗദയോടൊപ്പം ഹബഷയിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങി. ചരിത്രത്തിൽ പ്രസിദ്ധമായൊരു സംഭവം മക്കയിൽ അരങ്ങേറി. അതിനെ തുടർന്നാണ് എന്ത് ചെയ്തത്, ഖുറൈശികൾ സുജൂദ് ചെയ്തൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അതിനോടനുബന്ധിച്ചാണ് എന്ത് ചെയ്യുന്നത്, സക്രാനും സൗദയും മക്കയിലേക്ക് മടങ്ങുന്നത്. ആ മടക്കത്തിൽ സക്രാൻ മരണപ്പെടുകയാണ് ചെയ്തത്. സക്രാൻ മരണപ്പെട്ടു. അങ്ങനെ സൗദ വിധവയായി. ആ വിധവയാണ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് വയസ്സ് ഏറെ പിന്നിട്ടിരുന്നു എന്നുള്ളതാണ്. സക്രാനിൽ ഇവർക്ക് മക്കളുണ്ടായിരുന്നു. സൗദ ബിന്ത് സംഅയുടെ പ്രത്യേകതകൾ, ഒന്ന് അവരുടെ ഇസ്ലാമാണ്. ഞാൻ പറഞ്ഞു ഇസ്ലാം, അവർ ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഭർത്താവ് സ്വീകരിക്കുന്നതിന് മുമ്പ് സൗദയാണ് സ്വീകരിച്ചത്. ഭർത്താവിനെ കൂടി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് സൗദയാണ്. പിന്നെ അവരുടെ ഹിജറ, അവർ 2 ഹിജറ ചെയ്ത മഹദിയാണ്. എങ്ങനെ അവർ 2 ഹിജറ ചെയ്ത മഹദിയാണത്? ഒന്ന് ഹബഷയിലേക്ക്, മറ്റൊന്ന് വിശുദ്ധ മദീനയിലേക്ക്. മനസ്സിലായി? അപ്പോൾ പാലായനത്തിൻ്റെ നോവുകൾ അത് 2 തവണ അനുഭവിച്ച മഹദിയാണ് ആര്? ഉമ്മുൽ മുഅ്മിനീൻ സൗദ ബിന്ത് സംഅ റളിയല്ലാഹു തആല അൻഹ. അവരുടെ പ്രത്യേകതകളിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം 3 വർഷം അവർ തനിച്ച് ഭാര്യയായിട്ടുണ്ടായി എന്നുള്ളതാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടു. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വിയോഗാനന്തരം സൗദിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവരോടൊത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വർഷം ജീവിച്ചു. അപ്പോൾ റസൂലുള്ളാഹിക്ക് വേറെ ഒരു ഭാര്യ ഉണ്ടായിരുന്നില്ല, അവർ മാത്രം ഉണ്ടായിരുന്നത്. ആ 3 വർഷത്തിനപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോയി. പിന്നെ ഹിജറയ്ക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗദയോടെ തന്നെയാണ് ജീവിച്ചത്. പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായിട്ട് റസൂലുള്ളാഹി വീട് കൂടി. അത് അവരുടെ പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അവർ 3 വർഷം ഭാര്യയായി തനിച്ചുണ്ടായി എന്നുള്ളത്. അവരുടെ ശാരീരിക പ്രത്യേകത, അവർ തടിച്ച ഒരു ശാരീരിക പ്രകൃതിയുള്ള മഹദിയായിരുന്നു. ഇവിടെ നമ്മൾ അവരുടെ ശ്രേഷ്ഠത പറയുമ്പോൾ അതിനെക്കുറിച്ച് ഉണർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവർ ഹജ്ജ് ചെയ്ത്, അപ്പോൾ ആയിഷ ഉമ്മ പറയാണ് റസൂലുള്ളാഹിൻ്റെ കൂടെ അവർ ഹജ്ജ് ചെയ്ത്, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരെല്ലാവരും ഉണ്ട്. ഹജ്ജ് ചെയ്തപ്പോൾ മുസ്ദലിഫയിൽ നിന്ന് അർദ്ധരാത്രി, അറഫയിൽ നിന്നു മുസ്ദലിഫയിലേക്ക് വന്നു. മുസ്ദലിഫയിൽ അർദ്ധരാത്രിയായപ്പോൾ സൗദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുവാദം ചോദിച്ച്. എന്തിനാ അനുവാദം ചോദിച്ചേ? മിനയിൽ പോകാൻ. കാരണം പിറ്റേന്ന് ദുൽഹജ്ജ് 10 ജംറകളിൽ തിരക്ക് വരും, പ്രയാസമാകും. പിന്നെ മാത്രമല്ല, പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഇവർ അനുവാദം ചോദിക്കാൻ കാരണം കാനത്ത് ദഖ്മതൻ സഖീലതൻ ബതീഅതൻ എന്നാണ്. കാനത്ത് ദഖ്മതൻ, അവർ തടിച്ച സ്ത്രീയായിരുന്നു. അതേപോലെ തന്നെ സഖീലതൻ എന്ന് പറഞ്ഞാൽ ഭാരിച്ച കാൽവെപ്പുകളിൽ നടക്കുന്ന, അതേപോലെ തന്നെ ബതീഅതൻ സ്ലോ, വളരെ സാവകാശം നടക്കുന്ന ഒരു സ്ത്രീയായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അനുവാദം കൊടുത്തു. അങ്ങനെ മുസ്ദലിഫയിൽ അർദ്ധരാത്രി വരെ നിന്ന് അർദ്ധരാത്രി തന്നെ അവരോടേക്ക് പോയി, മിനയിലേക്ക് പോയി. അങ്ങനെ മിനയിൽ അവർ ഫജ്ർ നമസ്കരിച്ചു. അവർ നേരത്തെ ഹാജിമാരെത്തുന്നതിന് മുമ്പ് ജംറകളിൽ കല്ലെറിയുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഫുഖാക്കൾ പറയുന്നത്, അങ്ങനെയുള്ള സ്ത്രീകൾ, കുട്ടികൾ,
രോഗികൾ, അവരെ അനുഗമിക്കുന്നവർ, അവർക്കൊക്കെ എന്ത് ചെയ്യാം, മുസ്ദലിഫയിൽ രാപ്പാർത്ത് കുറച്ച് സമയം കഴിഞ്ഞാൽ അർദ്ധരാത്രിയോടുകൂടി തന്നെ അവർക്ക് മിനയിൽ പോയിട്ട് പോകാം എന്നുള്ളത്, മുസ്ദലിഫയിൽ നിന്ന് പോകാം എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, പിറ്റേന്ന് രാവിലെ ആ തിരക്ക് അനുഭവപ്പെട്ടപ്പോൾ എനിക്കും സൗദയെപ്പോലെ റസൂലുള്ളാഹിനോട് അനുവാദം ചോദിച്ചിട്ട് രാത്രി തന്നെ മുസ്ദലിഫ വിടാമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല പറയാറുണ്ട്. സൗദ റളിയല്ലാഹു തആലയുടെ ഒരു സ്വഭാവ വിശേഷമായിരുന്നു, അവർ അല്പം ഒരു ഹിദ്ദത്തുള്ള സ്ത്രീയായിരുന്നു. ഹിദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഒരു കടുത്ത, അല്പം ഒരു കടുത്ത ഒരു പ്രകൃതം സ്വഭാവത്തിൽ. പക്ഷെ കടുത്ത പ്രകൃതമാണെങ്കിലും അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ആ പ്രകൃതത്തിൽ നിന്ന് ഒരു ലോല പ്രകൃതിയിലേക്ക് അവർ മടങ്ങും എന്നുള്ളതാണ്. അതാണ് ആയിഷ റളിയല്ലാഹു തആല പറയുന്നത്. കാരണം കുറച്ച് പ്രായം കൂടുതലുണ്ടായിരുന്നു അവർക്ക്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പ്രയോഗങ്ങളിൽ എന്ത് ചെയ്യും, ഒരു കടുത്ത നിലപാട് അവർക്കുണ്ടാകും. ആയിഷ റളിയല്ലാഹു തആല പറയുകയാണ്, പക്ഷേ പെട്ടെന്ന് തന്നെ ആ കടുത്ത പ്രകൃതിയിൽ നിന്ന് അവരെന്ത് ചെയ്യും, തൻ്റെ ലോല പ്രകൃതിയിലേക്ക് അവർ മാറുമായിരുന്നു എന്നുള്ളതാണ്. അതവിടെ പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ഭാര്യമാർക്കും ദിവസങ്ങൾ വീതിക്കുമായിരുന്നു, അവരുടെ കൂടെ അന്തി ഉറങ്ങാൻ ദിവസങ്ങൾ വീതിക്കുമായിരുന്നു. അപ്പോൾ സൗദ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, അവദ് അൻ ഉഹ്ശറ ഫി സുംറത്തി അസ്വാജിക്, റസൂലെ നിങ്ങളുടെ ഭാര്യമാർ അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവരുടെ കൂടെ നിങ്ങളുടെ ഭാര്യയായിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് വേർപിരിയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്നെ ഭാര്യയായിട്ട് നിലനിർത്തണം. എൻ്റെ ദിവസം അത് ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് ആയിഷയ്ക്ക് വേണ്ടി, ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നൽകുകയാണ് എന്ന് അവർ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഒരു രാവ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ടില്ല. കാരണം അവർ പ്രായാധിക്യമായിരുന്നു. അത് ഈ ആയത്ത് അവതീർണമായത് ആ വിഷയത്തിലാണ്. ഏതായാലും എന്തുകൊണ്ടാണ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് റസൂലുള്ളാഹിനോട് അങ്ങനെ ഒരു വിഷയത്തിൽ സമീപിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു പ്രകൃതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ അങ്ങനെ ഒരു പ്രകൃതം വരികയാണെങ്കിൽ പ്രത്യേകപ്പെട്ട് അവർ മടങ്ങിയാലും മനസ്സിലായി, അത് അവർ ഭയന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനത്തിൽ ഒരു കടുത്ത നിലപാട് തന്നിൽ നിന്ന് വരുമോ എന്ന് ഭയന്നിരുന്നു. റസൂലുള്ളാഹിന്റെ മനസ്സിനെ അവർ നന്നായി മാനിച്ചിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായി? റസൂലുള്ളാഹിന്റെ മനസ്സിൽ ഒരു പോറലോ ഒരു വിഷമമോ ഏൽക്കാതെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നടന്നിരുന്നു എന്നുള്ളതാണ് സൗദ എന്നവരുടെ ഒരു പ്രത്യേകത. അതാണ് അവരുടെ ഉണർത്തുന്നത്. ആയിഷ റളിയല്ലാഹു തആലയാണ് അത് പറയുന്നതും. ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രവാചക പത്നിമാരിൽ സൗദയോടായിരുന്നു. അവരാണ് പറയുന്നത് ഒരു ഹിദ്ദത്തിൻ്റെ പ്രകൃതം അവർക്കുണ്ടായിരുന്നു എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എല്ലാ ഭാര്യമാരും ഹജ്ജ് ചെയ്ത്, ഹജ്ജിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു സംഗതിയാണ്, ഇന്നമാ ഹാദിഹി ഹിയൽ ഹജ്ജത്തു സുമ്മൽ ജംന ദുഹൂർ അൽ ഹുസ്ർ എന്ന്. ഇതാണ് ഹജ്ജ്. ഇനി നിങ്ങൾ വീടുകളിൽ ഒതുങ്ങിക്കൂടണമെന്നാണ് ഞാൻ അർത്ഥം. ദുഹൂർ അൽ ഹുസ്ർ, ഹുസ്ർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പായക്കാണ് പറയാം. പായപ്പുറത്ത് ഒരുങ്ങി കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടുകളിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടിയാൽ മതി എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു. മനസ്സിലായില്ലേ? സൗദ റളിയല്ലാഹു തആലയുടെ പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമ്മൽ ജംന ദുഹൂർ അൽ ഹുസ്ർ, നിങ്ങൾ ഇനി വീടുകളിൽ ഒതുങ്ങിക്കോളിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ സൗദയും സൈനബ് ബിൻത് ജഹ്ഷും, രണ്ട് ഭാര്യമാർ, അവർ രണ്ടുപേരും അതിനോട് പ്രതികരിച്ചത്, ലാ തുഹർരികുന ദാബത്തുൻ ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ വിയോഗശേഷം ഇനി ഞങ്ങൾ ഒരു വാഹനപ്പുറത്ത് സഞ്ചരിക്കില്ല എന്നുള്ളതാണ്. വാഹനപ്പുറത്ത് സഞ്ചരിക്കില്ല എന്നുള്ളതാണ്. അതിൽ ആ ഒരു വാഗ്ദാനം അവർ രണ്ടുപേരും പുലർത്തി എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണശേഷം പിന്നെ ഹുജറയിൽ നിന്ന് മഖ്ബറയിലേക്ക് മാത്രമാണ് സൗദ പുറത്തേക്ക് നയിക്കപ്പെട്ടത് എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത. അവർ മരണപ്പെട്ടത് ഹിജ്റാബ്ദം ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ ഒടുവിലാണെന്നും ഹിജ്റാബ്ദം 54-ലാണെന്നൊക്കെ അഭിപ്രായമുണ്ട് പലരും. ഹിജ്റാബ്ദം 54 എന്നതിനെയാണ് ബലപ്പെടുത്തിയിട്ടുള്ളത്. അതുവരേക്കും അവർ
വീട്ടിൽ ഹുജറയിൽ ഒതുങ്ങിയ ജീവിതമായിരുന്നു എന്നുള്ളതാണ് റസൂലുള്ളാഹിൻ്റെ ഈ ഒരു വസിയത്തിനപ്പുറം. അത് അവരുടെ ഒരു മഹത്തായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് നമ്മളൊരു കാര്യം ഉണർത്താൻ വിട്ടുപോയത്, നമ്പർ സക്രാൻ ഇബ്നു അംറിൽ നിന്ന് വിധവയായി കഴിയുന്ന സൗദ റളിയല്ലാഹു തആല അൻഹ ആ വൈധവ്യത്തിൻ്റെ കഥനം പേറാണ്. കാരണം ഒരു ഹബശയിലേക്കുള്ള ഹിജറ കഴിഞ്ഞ് പലായനം ചെയ്ത് ഉള്ള ആ മടക്കം അത് ഈ ദാരുണമായൊരു മരണത്തിലാണ് കലാശിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ വലിയ പ്രയാസം ഉണ്ടായിരുന്നു, മനസ്സിലല്ലേ. അങ്ങനെ സൗദ റളിയല്ലാഹു തആല അൻഹ വിധവയായിട്ടിരിക്കുന്ന സമയത്താണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഖൗല ബിൻത് ഹക്കീം അസ്സുലമിയ സൗദയുടെ അടുക്കൽ വരുന്നത്, മനസ്സിലല്ലേ. അങ്ങനെ സൗദയുടെ അടുക്കൽ വരുന്നത് റസൂലുള്ളാഹിൻ്റെ ഒരു ദൂതുമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചതനുസരിച്ചാണ് ഇവർ വരുന്നത്, ഖൗല വരുന്നത്, മനസ്സിലല്ലേ. ഖൗല വന്നിട്ട് സൗദയോട് പറയുന്നത് മാദാ അൻസലല്ലാഹു അലൈകി മിനൽ ഖൈരി വൽ ബറക എന്നാണ്. സൗദ, അള്ളാഹു എത്രമാത്രം ഖൈറും ബർക്കത്തുമാണ് നിങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ്. ആ ദുഃഖം അവരിൽ നിന്ന് പോക്കാൻ നല്ലൊരു പ്രയോഗമാണ് ഖൗല നടത്തുന്നത്. അപ്പോൾ മാദാ എന്ന് ചോദിക്കുകയാണ് സൗദ. അപ്പോൾ ഖൗല പറയാണ് അർസൽനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉഖാതിബുകി ലഹു എന്നാണ്. റസൂലുള്ളാഹിക്ക് വേണ്ടി നിങ്ങളെ ഖിത്ബത്ത് നടത്താൻ, വിവാഹാന്വേഷണം നടത്താൻ റസൂലുള്ള എന്നെ നിയോഗിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളതിന് സമ്മതമാണെന്ന് ചോദിക്കുമ്പോൾ സൗദ പറയാണ് ഞാൻ, പക്ഷേ വാപ്പനോട് പറയാൻ പറയണം. അപ്പോൾ ഖൗലയുടെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ട്, ഖൗല റളിയല്ലാഹുവിൻ്റെ ഉപ്പ സമ്അ ബിൻത് ഖൈസ് ജീവിച്ചിരിപ്പുണ്ട്, മനസ്സിലല്ലേ. സൗദയുടെ ഉപ്പ സമ്അ ജീവിച്ചിരിപ്പുണ്ട്. വയസ്സനായിരുന്നു അദ്ദേഹം, കണ്ണിന് കാഴ്ച പോയി വയസ്സനായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഖൗല വന്ന് അഭിവാദ്യം നടത്തി പറയാണ്, അപ്പോൾ ഇങ്ങനെ മുഹമ്മദ് ബിൻ അബ്ദുല്ല നിയോഗിച്ചതാണ് എന്നെ നിങ്ങളുടെ മകൾ ഖൗലയെ വിവാഹം അന്വേഷിച്ചുകൊണ്ട് എന്ന് പറയണം. സൗദയെ വിവാഹം അന്വേഷിച്ചുകൊണ്ട് എന്ന് പറയണം. അപ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നത് കുഫൂൻ കരീം എന്നാണ്. കുഫൂൻ കരീം എന്ന് പറഞ്ഞാൽ മാന്യനായ ഒരു കുഫുവാണ് എന്നാണ്. അതായത് മകൾക്കൊത്ത ആളാണ് മുഹമ്മദ് എന്നാണ്. കുഫൂൻ കരീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതാണ് എന്ന അർത്ഥത്തിൽ. അങ്ങനെ നബി കുടുംബത്തെ വിവരം അറിയിച്ച് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വരാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് വയസ്സായിട്ടുണ്ട് സമ്മാക്ക്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്, സമ്മ പറയുന്നുണ്ട് സൗദയോട് അന്വേഷിക്കാൻ അവർക്ക് ആവശ്യമാണോ. അങ്ങനെ സൗദയെ വാപ്പ വിളിച്ച് അങ്ങനെ സമ്മ സൗദയോട് പറയുന്നുണ്ട് മുഹമ്മദ് നിന്നെ വിവാഹം അന്വേഷിക്കുന്നുണ്ട്, മുഹമ്മദ് കുഫൂൻ കരീമാണ്. കരീം എന്ന് പറഞ്ഞാൽ മാന്യനാണ്, അത്യുദാരനാണ്, നിനക്ക് യോജിച്ച ആളുമാണ്. അപ്പോൾ അവർ സമ്മതിച്ചപ്പോൾ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് ആ വിവാഹം നടത്തുകയാണ് ചെയ്തത്. സൗദയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കുകയാണ് ചെയ്തത്, മനസ്സിലായി. സൗദയുടെ സഹോദരൻ ഒരു അബ്ദു ബിൻ സമ്അ ഉണ്ട്. അബ്ദു ബിനു സമ്അ എന്ന് പറയുന്ന സൗദയുടെ ഒരു സഹോദരനുണ്ട്. അയാൾ സ്ഥലത്തില്ലായിരുന്നു. ആ സഹോദരൻ വന്നപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹം മണ്ണ് വാരി തലയിൽ എറിഞ്ഞെന്നാണ് അദ്ദേഹത്തിൻ്റെ ആ വിയോജിപ്പ്. അന്ന് അദ്ദേഹം ആദർശക്കാരനല്ല, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് സൗദയെ വിവാഹം കഴിച്ചു കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഷേധമായിട്ടായിരിക്കാം അദ്ദേഹം മണ്ണ് വാരി തലയിലിട്ടിട്ട് അതിൽ ആ പ്രതിഷേധം രേഖപ്പെടുത്തിയെന്നാണ്. പക്ഷേ ഈ അബ്ദു ബിൻ സമ്മ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് അല്ലേ. ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചന്ന് ഞാനിങ്ങനെ മണ്ണ് തലയിൽ വാരിയിട്ട് ഇന്നി കുന്തു ലസഫി, അന്ന് ഞാനൊരു ഭോഷ്കനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഖൗല ബിൻത് ഹക്കീം അസ്സുലമിയയുടെ ഈ അന്വേഷണത്തിൽ മക്കയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗദ ബിൻത് സമ്അയെ വിവാഹം കഴിക്കുകയാണ്
ചെയ്തത്. മനസ്സിലായി? ആ വിവാഹത്തിന് ശേഷം 3 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോടൊത്ത് ജീവിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് 3 വർഷം ജീവിച്ച് പിന്നെ എന്ത് ചെയ്യാണ്, മദീനയിലേക്ക് ഹിജ്റ വന്ന് പിന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യാണ്, സൗദ തൻ്റെ ദിവസം മനസ്സിലല്ലേ അവർ പിന്നെ ആയിഷക്ക് നൽകുകയാണ് ചെയ്തത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലൻ്റെ ഹിക്മത്താണ്. നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ പിന്നെ ഖദീജ റളിയല്ലാഹു അൻഹ ഒഴിച്ച് ബാക്കിയുള്ള ഭാര്യമാരെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ സൗദ എത്ര ഭാഗ്യവതിയാണ്. 3 വർഷം തിരുദൂതരോടൊപ്പം അവർക്ക് തനിച്ച് അവസരം ലഭിച്ചു എന്നുള്ളതാണ്. മനസ്സിലായി? ആ അവസരങ്ങൾ വർഷങ്ങൾ നീണ്ടു. അതിനപ്പുറം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു, അത് അവർക്ക് തടഞ്ഞു. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ ഒരാളായിട്ട് ഈ ദുനിയാവിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ ഒരാളായിട്ട് ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുഗ്രഹം നൽകി എന്നുള്ളതാണ്. അത് അവരുടെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ വായിക്കുന്നത്. സൗദ റളിയല്ലാഹു തആല അൻഹയുടെ വിഷയത്തിൽ ഒരു സംഭവം, അവരുടെ മഹത്വം അറിയിക്കുന്ന ഒരു സംഭവം, അവരുടെ വിഷയത്തിലാണ് ഹിജാബിൻ്റെ ആയത്ത് അവതീർണമാകുന്നത് എന്ന് ചരിത്രത്തിൽ കാണാം. ഇവിടെ ഒരു സംഭവം, ഈ അന്ന് ആയിഷ റളിയല്ലാഹു തആല തന്നെ പറയാണ്, മദീനയിൽ ഇവരൊക്കെ ആവശ്യ നിർവഹണത്തിന് പോകൽ കൊടുക്കുക ദൂര സ്ഥലങ്ങളിലേക്കാണ് പോവുക. ബഖീ ഖബർസ്ഥാൻ്റെ ഭാഗങ്ങളിൽ ആൾനോട്ടമില്ലാത്ത കണ്ണെത്താത്ത ദൂരത്തേക്ക് അവർ മാറിപ്പോയിട്ട് അവിടെയായിരുന്നു ആവശ്യങ്ങൾ നിർവഹിച്ചിരുന്നത്. മനസ്സിലല്ലേ? അപ്പോൾ ഒരു ദിവസം സൗദ റളിയല്ലാഹു തആല അൻഹ തൻ്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് രാത്രി സമയം. അപ്പോൾ ആയിഷമ്മ പറയാണ്, അവർ തടിച്ച സ്ത്രീ ആയതുകൊണ്ട് ആർക്കും സൗദയെ പെട്ടെന്ന് അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു വഴിയിൽ വെച്ചിട്ട് സൗദയെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ വല്ലാ മാ തഖ്ഫൈന അലൈന ഫൻദുരി കൈഫ തഖ്റുജീൻ. പിന്നെ ഉമർ പറഞ്ഞു സൗദിയോട്, യാ സൗദ, അള്ളാഹുവാണ് സത്യം, നിങ്ങൾ ഒരിക്കലും നമുക്കറിയാത്ത ഒരാളല്ല, കണ്ണിൽ നിന്നും അറിയുന്ന ഒരാളുമല്ല, സൗദിയാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫൻദുരി കൈഫ തഖ്റുജൂൻ, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടിറങ്ങുക എന്ന് ഉമർ സൗദിയോട് പറഞ്ഞു എന്നാണ്. ഉമറിന് അറിയില്ല എന്തിനാണ് പുറപ്പെടുന്നത് എന്നുള്ളത്. പക്ഷേ സൗദയെ വീട്ടിന് പുറത്ത് കണ്ടപ്പോൾ നിങ്ങളെങ്ങനെയാണ് പുറപ്പെട്ട് ഇങ്ങനെ പോവുക എന്നുള്ളത് ചോദിച്ചെന്നാണ്. ഉമർ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്നാണ്. അതാണ് പിന്നെ ആയിഷ റളിയല്ലാഹു തആല പറയുന്നത്, റസൂൽ എൻ്റെ വീട്ടിലായിരുന്നു, ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ കയ്യിലൊരു പിന്നെ മാംസം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിങ്ങനെ വായിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് സൗദ വന്നിട്ട് പറയുന്നത്, റസൂലല്ലാഹ്, ഉമർ പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ എൻ്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് പുറത്തു പോയതാണ്. പക്ഷേ ഉമർ പറഞ്ഞത് ഫൻദുരി കൈഫ തഖ്റുജീൻ, എങ്ങനെ നിങ്ങൾ പുറത്തു പോകും ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്ത്രീകൾ എന്ന് പറഞ്ഞു എന്നാണ്. റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരെങ്ങനെ ഇറങ്ങും എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്ത് പിന്നെ ആയിഷ റളിയല്ലാഹു തആല പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മാംസം ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. മനസ്സിലല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ അവസ്ഥയിൽ വഹി വന്ന് ഒരബോധാവസ്ഥയിലെന്ന പോലെ റസൂലുള്ള കിടന്ന് കയ്യിൽ മാംസമുണ്ട്. പിന്നെ റസൂലുള്ള കുറച്ച് കഴിഞ്ഞിട്ട് ഉണർന്ന് ആ മാംസം കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൗദ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ആവശ്യങ്ങൾ നിർവഹിക്കാനുണ്ട് എങ്കിൽ വീട് വിട്ട് ഇറങ്ങാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പുറത്തു പോകുന്നതിന്, ആവശ്യത്തിന് വേണ്ടി പുറത്തു പോകുന്നതിന് പ്രശ്നമല്ല, അത് തടുക്കാൻ ആർക്ക് പാടുള്ളതുമല്ല, ഉമറിനെ പോലുള്ളവർക്ക് പാടുള്ളതുമല്ല എന്നുള്ള വഹി ഇറങ്ങി എന്നുള്ളതാണ്. മനസ്സിലായി? ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഉമറിൻ്റെ ആ ഒരു ഉത്ബോധനം അതവരുടെ മനസ്സിൽ പെട്ടെന്ന് ഏറ്റു. മനസ്സിലായി? അതിൽ എന്താണ് മതവീതി അത് അറിയാൻ വേണ്ടിയിട്ട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ഉടൻ മടങ്ങി എന്നുള്ളതാണ്. എന്നിട്ട് ആ മതവീതി കേട്ട് പിന്നെ അതിനനുസരിച്ച് അവർ പെരുമാറി എന്നുള്ളതാണ്. അതവരുടെ ഒരു മഹത്വമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതേപോലെ അവരുടെ ആ ഒരു മനസ്സിൻ്റെ മറ്റൊരു ഉദാഹരണമാണിത്. ഇഹ്തജിബി മിൻഹു യാ സൗദ എന്ന റസൂൽ ഒരിക്കൽ സൗദയോട് പറയുന്നുണ്ട്. അത് വിഷയം ഒരു പിന്നെ വ്യക്തി ഉണ്ടായിരുന്നു. അത് ഈ ജംഅയുടെ ഒരു അടിമയായ സ്ത്രീ ജംഅക്ക്, സൗദയുടെ വാപ്പ ജംഅക്ക് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ആ അടിമ സ്ത്രീക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആൺകുട്ടി ഉണ്ടായിരുന്നു. ജംഅയുടേതാണ് കുട്ടി, ജംഅയുടെ കുട്ടി എന്നല്ല, അതായത് ജംഅയുടെ
അടിമയുടെ കുട്ടിയാണ്. അപ്പോൾ സൗദയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും? സഹോദരനായിരിക്കും. വിഷയം ഈ ജമ്മയുടെ കീഴിലുള്ള ഈ കുട്ടി അത് ജമ്മയുടേതാണോ അതല്ല ഉത്ബത്ത് ബിൻ അബി വക്കാസിൻ്റേതാണോ? ഒരു സംസാരമുണ്ട്. ഉത്ബത്ത് ബിൻ അബി വക്കാസ് സഅദ് ബിൻ അബി വക്കാസിൻ്റെ സഹോദരനാണ്. ഉത്ബത്ത് ബിൻ അബി വക്കാസിൻ്റെ കീഴിലായിരുന്നു ഈ സ്ത്രീ, അടിമ സ്ത്രീ. പിന്നെയാണത് ആരുടെ കീഴിലായത്? ജമ്മയുടെ കീഴിലായത്. മനസ്സിലല്ലേ? ജമ്മയുടെ കീഴിലായിരിക്കുമ്പോഴാണ് ആ സ്ത്രീ പ്രസവിച്ചതും. പക്ഷേ ആ കുട്ടിക്ക് ഉത്ബയോടായിരുന്നു രൂപസാദൃശ്യം. ഉത്ബ ഇബ്നു അബി വക്കാസ് അദ്ദേഹം മക്കം ഫതഹിന് ഇസ്ലാം സ്വീകരിച്ച ആളാണ്. ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപല്ല് പൊട്ടാനും മുറിവേൽക്കാനും കാരണം ഈ ഉത്ബയായിരുന്നു എന്ന് പറയപ്പെടുന്നു. അന്നൊക്കെ അദ്ദേഹം മുശ്രിക്കാണ്. പക്ഷേ മക്കം ഫതഹിന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഉത്ബയാകട്ടെ സഅദ് ബിൻ അബി വക്കാസിൻ്റെ സഹോദരനാണ്. സഅദ് ബിൻ അബി വക്കാസ് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മാൻ്റെ കുടുംബക്കാരനാണ്. ബനു സുഹ്റ ഗോത്രക്കാരനാണ്. റസൂലുള്ളാഹിൻ്റെ ഉമ്മ ആമിന ബിന്ത് വഹബിൻ്റെ കുടുംബക്കാരനാണ്. ഗോത്രക്കാരനാണ് സഅദ്. റസൂലുള്ളാഹിൻ്റെ അമ്മാവന്മാരിൽ എണ്ണപ്പെടും സഅദ്. അതേ ഗണത്തിൽ തന്നെയാണ് ആരുള്ളത്? ഉത്ബയും ഉള്ളത്. അപ്പം മക്കം ഫതഹിൽ സഅദ് ബിൻ അബി വക്കാസിനോട് ഉത്ബ പറയുന്നുണ്ട്, ഇബ്നു വലീദത്തു ജമ്മൻ്റെ വലീദയുടെ കുട്ടി അതെൻ്റെ കുട്ടിയാണ്. ആരാ പറയണത്? ഉത്ബ പറയണത്. ആരോട്? സഅദിനോട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഅദ് നിങ്ങൾ പറയണം അതെൻ്റെ കുട്ടിയാണ്, എനിക്ക് തരണം. മനസ്സിലായില്ലേ? അങ്ങനെ സഅദ് എന്ത് ചെയ്യാണ്? റസൂലുള്ളാഹിനോട് മക്കം ഫതഹിൽ അത് പറയുമ്പോൾ സഅദ് ആ കുട്ടീനെ വിളിക്കുന്നുണ്ട്. ശരി, കുട്ടീനെ വിളിക്കുമ്പോൾ കുട്ടി ആരെടുത്തുള്ളത്? ജമ്മ ബിന്ത് ഖൈസിൻ്റെ അവിടെ അല്ലേ? അപ്പോൾ ജമ്മ ബിന്ത് ഖൈസിൻ്റെ കൂടെ കഴിയുമ്പോൾ ജമ്മൻ്റെ മകനുണ്ട് അബ്ദുബിൻ ജമ്മ. ഞാൻ പറഞ്ഞില്ലേ ഈ അബ്ദുബിൻ ജമ്മനെ കുറിച്ച്? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞല്ലോ അബ്ദുബിൻ ജമ്മനെ കുറിച്ച്. ഇങ്ങനെ പറഞ്ഞ് പിന്നെ മണ്ണ് വാരിട്ട് പറഞ്ഞില്ലേ ഈ കല്യാണം നടത്തിയ വിഷയത്തിൽ. ഈ അബ്ദുബിൻ ജമ്മ ഉണ്ട്, സൗദൻ്റെ സഹോദരൻ, നേരിട്ട് സഹോദരനാണ്. സൗദ ബിന്ത് ജമ്മൻ്റെ നേരിട്ട് സഹോദരനാണ് അബ്ദുബിൻ ജമ്മയും വരുന്നു, ഈ കുട്ടിയും വന്നു. മനസ്സിലേ? അപ്പോൾ ഉത്ബുണ്ട്, സഅദുണ്ട്. സഅദ് പറഞ്ഞ് റസൂലെ ഉത്ബൻ്റെ മകനാണ് ഇത് എന്നാണ് പറയുന്നത്. മനസ്സിലായി? നിങ്ങൾ ഇതിൻ്റെ ഒരു കോലം നോക്കി എന്നിട്ടൊരു വിധി പറയും എന്നാണ് പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്കുമ്പോൾ ഈ കുട്ടിക്ക് ഉത്ബയുടെ അതേ രൂപസാദൃശ്യമാണ്, ജമ്മയുടെ രൂപമല്ല. മനസ്സിലല്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അബ്ദുബിൻ ജമ്മ പറഞ്ഞ് റസൂൽ എൻ്റെ വാപ്പാൻ്റെ കീഴിൽ ഈ സ്ത്രീ ആയിരിക്കാണ് ഈ പ്രസവം നടന്നത്. ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അൽ വലദു ലിൽ ഫിറാഷ്, ഏതൊരു ഫിറാഷിലായിരിക്കാണ് കുട്ടി ഉണ്ടായത്. അപ്പോൾ ആ ഫിറാഷിലേക്കാണ് ചേർക്കപ്പെടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരാളുടെ കീഴിലായിരിക്കെ കുട്ടി ഉണ്ടായി ആ കുട്ടിയെ ആ പിതാവിലേക്കാണ് ചേർക്കുക, ആ വ്യക്തിയിലേക്കാണ് ചേർക്കുക, പിതാവിലേക്കല്ല ആ വ്യക്തിയിലേക്കാണ് ചേർക്കുക. ആ നിയമപ്രകാരം കുട്ടി ആരിലേക്കാണ് ചേർക്കപ്പെടുന്നത്? ജമ്മയിലേക്കാണ്. പക്ഷെ കുട്ടിക്ക് രൂപസാദൃശ്യം ആരോടാണ്? ആ ഉത്ബയോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു സംഭവം നടന്നപ്പോൾ സൗദയോട് പറഞ്ഞു, യാ സൗദ ഇഹ്തജിബി മിൻഹു യാ സൗദ ഈ കുട്ടിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഹിജാബ് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. മനസ്സിലല്ലേ? അതുവരെ സൗദ എങ്ങനെയാണ് കണ്ടിരുന്നത്? സഹോദരൻ എന്ന നിലക്കാണ്. അതോടുകൂടി റസൂലുള്ള പറഞ്ഞു ഇഹ്തജിബി മിൻഹു, ഇവനിൽ നിന്ന് നിങ്ങൾ ഇനി ഹിജാബ് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ പറയുകയാണ്, വല്ലാഹി മാ റആഹ ഹത്താ തമൂത്ത് എന്നാണ്. അതല്ലേ? അത് റസൂലുള്ള പറഞ്ഞതിൽ പിന്നെ സൗദ റളിയല്ലാഹു തആല മരിക്കണത് വരെ ആ കുട്ടിക്കാരെ കാണാൻ പറ്റിയിട്ടില്ല എന്നാണ്. സൗദ റളിയല്ലാഹു തആലനെ കാണാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കൽപ്പന ഉണ്ടായപ്പോൾ അത് എത്രമേൽ ശിരസ വഹിച്ചാണ് ആര് നടന്നത്? സൗദ റളിയല്ലാഹു തആല നടന്നത് എന്നാണ് പറയുമ്പോൾ അവർ ഒന്നിച്ച് ജീവിച്ച് വളർന്ന ആളുകളാണ്. പക്ഷേ അത്രമേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയെ അവർ ആദരിച്ചിരുന്നു, മാനിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രം വിഷയം. സൗദ റളിയല്ലാഹു തആല അൻഹയുടെ വിഷയത്തിലാണ് വഇൻ ഇംറഅത്തുൻ ഖാഫത് മിൻ ബഅലിഹാ നുശൂസൻ ഔ ഇറാദൻ ഫലാ ജുനാഹ അലൈഹിമാ അൻ യുസ്ലിഹ ബൈനഹുമാ സുൽഹ വസ്സുൽഹു ഖൈർ വഉഹ്ദിറത്തിൽ അൻഫുസു ശുഹ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള സൂറത്ത് നിസായിലെ ആയത്തിറങ്ങുന്നത് സൗദ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ. അതെന്താ ആയത്ത് അർത്ഥമാക്കുന്നത്? വൈൻ ഇംറഅത്തുൻ ഖാഫത്ത്, ഒരു സ്ത്രീ ഭയന്നു, മിൻ ബഅലിഹ തൻ്റെ ഭർത്താവിൽ നിന്ന്, നുശൂസൻ ഔ
ഇറാദൻ ഒരു പിണക്കം അല്ലെങ്കിൽ ഒരു അകൽച്ച ഭയന്നാൽ ഫലാ ജുനാഹ അലൈഹിമ അങ്ങനെ ഭർത്താവിൻ്റെ പിണക്കമോ അകൽച്ചയോ ഭയക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറ്റമില്ല ഈ യുസ്ലിഹ ബൈനഹുമാ സുൽഹ അവർ ഒരു സുൽഹിൽ കഴിയുക എന്നുള്ളത്, ഒരു സുൽഹിൽ അവരെത്തിച്ചേരുക എന്നതിൽ കുഴപ്പമില്ല. വസുൽഹു ഖൈറുൻ സുൽഹ ആക്കലാണ് എപ്പോഴും ഉത്തമം എന്നുള്ളതാണ് അല്ലേ. ഈ ആയത്ത് ആയിഷ റളിയല്ലാഹു തആല പറയുകയാണ് സൗദയുടെ വിഷയത്തിൽ അവരെപ്പോലുള്ളവരുടെ വിഷയത്തിലാണ് ഇറങ്ങിയത്. പ്രത്യേകിച്ച് സൗദയുടെ വിഷയത്തിലാണ് ഈ ആയത്തിൻ്റെ അവതീർണത എന്നുള്ളതാണ്. കാരണം ഞാനിവിടെ ഉണർത്തി എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള അവരുടെ ആ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറേ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രവാചകനാണ്. അത് കുടുംബ പ്രശ്നം അല്ല, പിന്നെയോ കുടുംബത്തിന് പുറത്ത് ഉള്ളതായ കുറേ വിഷയങ്ങൾ, ആളുകളുടെ പ്രശ്നങ്ങൾ, കപട വിശ്വാസികളുടെ പ്രശ്നങ്ങൾ, അയൽവാസികളായ യഹൂദന്മാരുടെ പ്രശ്നങ്ങൾ, പിന്നെ കുറേ പ്രശ്നങ്ങൾ ഉള്ള പ്രവാചകനാണല്ലോ. ഇവരുടെ പ്രകൃതാകട്ടെ ഇങ്ങനെ ഒരു ഹിദ്ദത്തിൻ്റെ പ്രകൃതമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു സ്ത്രീയെ ചിലരോടുള്ള റസൂലുള്ളാഹിൻ്റെ ചില സമീപനങ്ങൾ അവരുടെ മസ്ലഹത്തിന് വേണ്ടിയാണ്, അവരുടെ മസ്ലഹത്തിന്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവിയിൽ എഴുത്തിക്കാഫിരിക്കുമ്പോൾ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹിൻ്റെ ഭാര്യ സഫിയ വന്നു. അപ്പോൾ രാത്രി ഇരുട്ട് മുറ്റിയ സമയത്ത് സഫിയ എന്നപ്പോൾ റസൂലുള്ള സഫിയ എന്താണ് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞ് സഫിയോട് മാറി സംസാരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോഴാണ് രണ്ട് സഹാബികൾ ആ വഴിയെ വരുന്നത്. മനസ്സിലായി? റസൂലുള്ളാഹിനെ അവർ കണ്ടു, സഫിയയും അവരോട് വർത്തമാനം പറയണ കണ്ടത് അല്ലേ. അവർ കണ്ടേക്കിനെ അവിടുന്ന് വേഗം എന്ത് ചെയ്യാണ് പോവുകയാണ്. അപ്പോൾ റസൂലുള്ള ഉടനെ അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഇതെൻ്റെ ഭാര്യ സഫിയയാണ്. മനസ്സിലല്ലേ? അപ്പോൾ അവർക്ക് പോലും എന്തുണ്ടായി, അതിലത് വിഷമമുണ്ടായി, റസൂലുള്ളാഹിനെ ഞങ്ങൾ തെറ്റിദ്ധരിക്കുക എന്ന വിഷയത്തിൽ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യാണ്, ആ ഒരു സന്ദേഹ കവാടം കൊട്ടിയടക്കാണ് ഒന്ന്. മറ്റൊന്ന് അവർ റസൂലുള്ളാഹിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ദുർവിചാരം മനസ്സിൽ വെച്ചാൽ എന്തായി, അത് അവരുടെ നാശത്തിന് കാരണമായി അല്ലേ. അപ്പോൾ അവർ നശിക്കരുത് എന്ന നിലക്കാർ റസൂലുള്ള പറഞ്ഞത് ഇതെൻ്റെ ഭാര്യ സഫിയയാണ്. അതേപോലെയാണ് റസൂലുള്ളാഹിൻ്റെ പലപ്പോഴുള്ള പെരുമാറ്റങ്ങൾ വരാറുള്ളത്. അതുകൊണ്ട് അവർക്കൊരു പ്രയാസം ഉണ്ടാവരുത് എന്നതിനാൽ റസൂലുള്ള എന്ത് ചെയ്യാൻ ഭാവിച്ചു, അവരെ സ്വതന്ത്രയാക്കാൻ ഭാവിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, റസൂലെ നിങ്ങളെന്നെ വിവാഹമോചിതയാക്കണ്ട, ഞാൻ നിങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ദിവസം ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്, നിങ്ങൾക്ക് ആ ദിവസം ആയിഷയോടൊത്ത് കഴിയാം എന്ന് പറയണം. മനസ്സിലല്ലേ? അങ്ങനെ ഒരു സുൽഹിൽ അവരെന്ത് ചെയ്തു, എത്തി. മനസ്സിലായോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് അവർ വായിച്ചു അല്ലേ. റസൂലുള്ളാഹിന്റെ ആ മാനസികാവസ്ഥയെ അവർ പരിഗണിക്കുകയും ചെയ്തു. അതാണ് കാരണം ഖാത്തിറത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനെ അവർ നന്നായി പരിഗണിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു സുൽഹിൽ അവരെത്തിച്ചേർന്നപ്പോൾ ആ വിഷയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്ത് ഈ ആയത്തിറക്കിയത്. വൈൻ ഇംറാത്തുൻ ഖാഫത്ത് മിൻ ബാലിഹാ നുഷൂസൻ ഔ ഇറാദൻ ഫലാ ജുനാഹ അലൈഹിമ അൻ യുസ്ലിഹ ബൈനഹുമാ സുൽഹ വസുൽഹു ഖൈർ എന്നുള്ളത്. മനസ്സിലായില്ലേ? ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഈ പണ്ഡിതന്മാർ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ കുറേ വിശദമായി എഴുതി കാണാൻ സാധിക്കും. മനസ്സിലായി? എപ്പോഴും ഈ ദാമ്പത്തിക ജീവിതം അത് മനസ്സിലായില്ലേ, പിന്നെ ഒരു സുഗമമായി സന്തുലിതമായി നിലനിൽക്കാൻ ഈ ഒരു മനസ്ഥിതി, ഒരു വിട്ടുവീഴ്ച മനസ്ഥിതി, അതേപോലെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഭർത്താവ് കുറേ പ്രശ്നങ്ങളുള്ള ആളാണെങ്കിൽ പ്രശ്നങ്ങൾമേൽ പ്രശ്നം ഉണ്ടാക്കല്ല, പിന്നെയോ അതിൽ ഒരു വിശാല മനസ്കതയിൽ അതിനെ സമീപിക്കുക എന്നുള്ളൊരു രീതി, അതൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. ചില ദാർശനികർ പറയാറുണ്ട് നല്ല സ്ത്രീയും ദുഷ്ടസ്ത്രീയും. നല്ല സ്ത്രീ ഭർത്താവിനെ മാലാഖയെ പോലെ ചിറകിലേറ്റു, ദുഷ്ടസ്ത്രീയാണെങ്കിൽ തൻ്റെ പിശാചിനെ പോലെ കൊമ്പുകൊണ്ട് ഭർത്താവിനെ കുത്തി നോവിക്കുമെന്ന് പറയാറുണ്ട്. മനസ്സിലല്ലേ? അതൊരു പിന്നെ പലരുടെയും വിഷയത്തിൽ ശരിയായിരിക്കും. ഇവിടെ സൗദ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് പരിഗണിച്ചത്? റസൂലുള്ളാഹിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും മനസ്സിരുത്തി അവരെന്ത് ചെയ്യണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് നേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ പരിഗണിക്കുകയാണ് ചെയ്തത്. അത് അവരുടെ ഒരു മഹത്വമായി ചരിത്രം അവർക്ക് സൂക്ഷിച്ച ഒരു വിഷയമാണ്. പിന്നെ അവരുടെ മഹത്വത്തിൽ ആയിഷ റളിയല്ലാഹു തആല പറയാണ്, മാ റഅയ്തു ഇംറഅതൻ അഹബ്ബ ഇലയ്യ അൻ അകൂന ഫീ മിസ്ലാഖിഹാ മിൻ സൗദത. അതല്ലേ, മിസ്ലാഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതം, സ്വഭാവം, രീതി എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു സ്ത്രീയുടെ സ്വഭാവവും പ്രകൃതവും എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് സൗദയുടെ പ്രകൃതവും സ്വഭാവവുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. സൗദ ബിന്ത് സമ്മയുടെ പ്രകൃതവും സ്വഭാവമാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടകരമായിട്ടുള്ളത് എന്നാണ് ആയിഷ റളിയല്ലാഹു തആല പറയുന്നത്. അല്ലേ, അത് പറയാൻ കാരണം ഇപ്പം ഞാൻ മുമ്പ് ഉണർത്തിയതാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാനസികാവസ്ഥയെ
പരിഗണിച്ച് ഒരിക്കലും റസൂലുള്ളാഹിക്ക് ഒരു ഞെരുക്കമോ പ്രയാസമോ അവരുടെ ഈ ഒരു പെരുമാറ്റത്തിലെ കാർക്കശ്യമോ ഏൽക്കാത്ത വിധം അവർ റസൂലുള്ളാഹിനെ പരിഗണിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ആയിഷ ഉമ്മ പറയുന്നത് പെരുമാറ്റങ്ങൾ, സ്വഭാവങ്ങൾ, രീതികൾ ഏതെങ്കിലും ഒരു സ്ത്രീയുടേത് എന്നെ ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയത് സൗദയുടേതാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോടൊത്ത് ഇരുന്ന ഒരു ദിവസം ഒരിക്കൽ പറഞ്ഞു, അസ്റഉകുന്ന ലുഹൂഖൻ ബി അത്വലുകുന്ന യദ, ഞാൻ മരിച്ചാൽ നിങ്ങളിൽ നിന്ന് മരണം വരിച്ച് എന്നോട് ഏറ്റവും ആദ്യം വന്നു ചേരുന്നത്, വേഗം വന്നു ചേരുന്നത് നിങ്ങളിൽ കൈ നീളം കൂടിയവരായിരിക്കും എന്ന്. ഭാര്യമാരിൽ കൈ നീളം കൂടിയവരാരോ അവരായിരിക്കും എൻ്റെ അടുക്കൽ വേഗം വരിക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ ഭാര്യമാർ എന്ത് ചെയ്ത് അവർ കൈകൾ അളന്ന് ആരുടെ കയ്യിലാണ് നീളം കൂടുതൽ എന്നുള്ളത്. അപ്പോൾ നീളം കൂടിയ കൈ ആരുടേതായിരുന്നു? അത് സൗദ ബിന്ത് സമ്മയുടേതായിരുന്നു. സൗദ ബിന്ത് സമ്മയുടേതായിരുന്നു. അപ്പോൾ അവരെല്ലാവരും വിചാരിച്ചത് ഈ സൗദയായിരിക്കും ആദ്യം തിരുസവിധത്തിൽ അണയുക എന്നുള്ളതാണ്. പക്ഷെ ആദ്യം ജീവിതത്തിൽ തിരുദൂതരുടെ ഭാര്യമാരിൽ മരണം വരിച്ചതാരാ? സൈനബ് ബിന്ത് ജഹ്ഷാണ്. സൈനബ് ബിന്ത് ജഹ്ഷ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായി ഉമൈമത്തിൻ്റെ മകൾ സൈനബ് ബിന്ത് ജഹ്ഷാണ് ആദ്യം മരണപ്പെട്ടത്. അപ്പോഴാണ് ബോധ്യപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈയിൻ്റെ നീളം കൊണ്ട് ഉദ്ദേശിച്ചത് മനസ്സിലല്ലേ, ഈ കൈയിൻ്റെ നീളമല്ല, പിന്നെയോ ദാനശീലമാണ്, ദാനധർമ്മമാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് സൈനബ് ബിന്ത് ജഹ്ഷിൻ്റെ ചരിത്രം വരുമ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ പറയാം. പക്ഷേ ഇവിടെ പിന്നെ ഈ സൗദ റളിയല്ലാഹു തആല അൻഹയുടെ ഒരു പ്രത്യേകത, എല്ലാവരും എന്ത് ചെയ്തു, അവരാണ് ആ കൈ നീളം കൂടിയ സ്ത്രീ എന്ന് വിധിക്കുകയും അവരാണ് ആദ്യം മരണപ്പെടുക എന്നുള്ളതുമാണ് മനസ്സിലാക്കിയത്. പക്ഷേ ആദ്യം മരണപ്പെട്ടത് സൈനബായിരുന്നു. ഇവിടെ എഴുതാൻ കാരണം ചില റിപ്പോർട്ടുകളിൽ ദാനത്തിൻ്റെ വിഷയത്തിൽ തന്നെ സൗദത്തായിരുന്നു പിന്നെ ഏറ്റവും മുന്നിട്ട് നിന്നിരുന്നത്. അതുകൊണ്ട് സൗദയാണ് ആദ്യം മരിച്ചത് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് വായിക്കാൻ സാധിക്കും. ശരിയല്ലേ? ആ റിപ്പോർട്ടിനല്ല മുൻഗണന, കാരണം ആ റിപ്പോർട്ടല്ല ബലപ്പെട്ടത്. ഇവിടെ ഉദ്ദേശം അവർ കൈ അളന്നപ്പോൾ നീളം കൂടിയത് ആരുടേതായിരുന്നു? സൗദയുടേതായിരുന്നു എന്നുള്ളതാണ്. കാരണം റിപ്പോർട്ടുകളിൽ കാണാം, ഞങ്ങൾ കൈകൾ അളന്നു, ഈ പറഞ്ഞ കൈ നീളം കൂടിയ മഹദി സൗദയാണ് എന്ന് പറയുന്നുണ്ട്. മനസ്സിലല്ലേ? അത് അവർ ആദ്യം വിശ്വസിച്ച് വെച്ചതാണ്. മനസ്സിലായില്ലേ? കൈ നീളം കൂടിയ സ്ത്രീ ആരാണ്? അത് സൗദയാണ്. മനസ്സിലായി? ആദ്യം മരിച്ചു പോകൽ സൗദയാണെന്നാണ് അവർ വിശ്വസിച്ച് വെച്ചത്. പക്ഷേ പിന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ആര് മരിച്ചപ്പോൾ? സൈനബ് മരിച്ചപ്പോൾ കയ്യിൻ്റെ നീളമല്ല വിഷയം, പിന്നെയോ സദക്ക കൂടുതൽ നൽകുന്നത് ആര് എന്നുള്ളതാണ് വിഷയം എന്നുള്ളത്. ഇവരും ദാനധർമ്മത്തിൽ മനസ്സിലായി. പിന്നെ മുഹമ്മദ് ബിൻ ഉമർ ബിൻ അബ്ദുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു പിന്നെ ദിർഹമുകളുടെ ശേഖരം ഇവർക്ക് കൊടുത്തേക്കുന്ന ഒരു ചരിത്രമുണ്ട്. മനസ്സിലല്ലേ? ആ ശേഖരം അത് അവരുടെ അടുക്കലെത്തിയപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിങ്ങനെ നിങ്ങൾക്ക് നൽകി അയച്ച പിന്നെ ദിർഹമുകളാണ്, മുഹമ്മദ് ബിൻ ഉമർ ബിൻ ഖത്താബ് നൽകി അയച്ചതാണെന്ന് പറയുമ്പോൾ അപ്പോഴത്തേക്ക് അവർക്ക് നല്ല പ്രായാധിക്യമായിട്ടുണ്ട്. മനസ്സിലല്ലേ? അതിങ്ങനെ കൈകൊണ്ടൊന്ന് തടവി എന്നുള്ളതാണ്. മനസ്സിലായേ? എന്നിട്ട് അവർ കാരക്ക ഗുരു പോലെ എന്നുള്ളൊരു പ്രയോഗം എന്തോ പ്രയോഗിച്ചു തോന്നുന്നു. ഏതായാലും ആ ക്ഷണം അതവരെന്ത് ചെയ്തു എന്നാണ്, ആളുകളെ വിളിച്ച് വരുത്തി അത് ദാനം ചെയ്ത് തീർക്കുകയുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അത്രമേൽ ഒരു പിന്നെ ദാനശീലയായിരുന്നു നമ്മുടെ ഉമ്മയായ സൗദ ബിന്ത് സമ്മ റളിയല്ലാഹു തആല അൻഹ. പിന്നെ ഞാനിവിടെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഇനി ഇതിലുള്ളൊരു വിഷയം ഇതാണ്. ഹദീസ് ഗ്രന്ഥങ്ങൾ ചരിത്രത്തിൽ കാണാം, ഈ സൗദ റളിയല്ലാഹു തആല അൻഹ കാനത്ത് തുദ്ഹിഖുഹു അഹ്യാനം ബിശൈഇൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ ചിലപ്പോഴൊക്കെ ചിരിപ്പിക്കുമായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ ചിലപ്പോഴൊക്കെ ചിരിപ്പിക്കുമായിരുന്നു എന്നാണ് സൗദ റളിയല്ലാഹു തആല അൻഹ. അതിൽ ഒരു ചരിത്രം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിക്കാൻ നിന്ന്. അപ്പോൾ സൗദ റളിയല്ലാഹു തആല അൻഹ എന്ത് ചെയ്ത്, റസൂലുള്ളാഹിൻ്റെ കൂടെ, റസൂലുള്ളാഹി രാത്രി നിസ്കരിക്കല്ല, അപ്പോൾ ബാക്കിൽ പോയി നിസ്കരിക്കാൻ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം എന്താണ്? സുദീർഘമായ നിസ്കാരമല്ലേ,
ദീർഘനേരം നിസ്കരിച്ച്. അപ്പോൾ നിന്ന് നിസ്കരിക്കുമ്പോഴൊന്നും അവർക്ക് പ്രശ്നം ഉണ്ടായില്ല. റുക്കൂ ദീർഘമായപ്പോൾ എന്ത് ചെയ്ത് അതവർക്ക് പ്രശ്നമായി. കാരണം അവരെക്കുറിച്ച് പറയുന്നത് എന്താണ്? അവർ തടിച്ച സ്ത്രീയല്ലേ, തടിച്ച ഒരു സ്ത്രീയാണ്. അപ്പോൾ കുറേ നേരം റുക്കൂ ചെയ്ത് നിസ്കരിച്ച് അങ്ങനെ നിസ്കാരം അവർ തുടർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുടർത്തി. പിറ്റേന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, സല്ലൈതു ഖൽഫകൽ ബാരിഹ ഫറകഅതു ബി ഹത്താ അംസക്തു അംഫി മഖാഫത അൻ യഖ്തുറ ദം എന്നാണ്. റസൂലെ, ഞാൻ ഇന്നലെ നിങ്ങളെ പിന്നിൽ നിസ്കരിച്ചു, നിങ്ങൾ ലോങ് റുക്കൂ ചെയ്തു. ആ റുക്കോയിൽ ഞാൻ എൻ്റെ മൂക്ക് പൊത്തിപ്പോയി രക്തം ഉറ്റി വീഴുമെന്ന് പേടിച്ചിട്ടെന്ന്. രക്തം എൻ്റെ മൂക്കിലൂടെ ഉറ്റി വീഴുമോ എന്ന് പേടിച്ചിട്ട്. കാരണം അത്രമേൽ നിങ്ങൾ എന്ത് ചെയ്തു? റുക്കോവിനെ ദീർഘിപ്പിച്ചു എന്നാണ്. അപ്പോൾ മാത്രമല്ല അവർ പറയുന്നു, ഞാൻ ആ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോയാലെന്നൊക്കെ വിചാരിച്ചു എന്നാണ്. അപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ചിരിപ്പിച്ചു എന്നാണ്. കാരണം റസൂല പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞിട്ടുമില്ല. പക്ഷേ ആ റുക്കോവിൻ്റെ ദൈർഘ്യവും അത്ര നേരം അവർ പിന്നിൽ റുക്കോ ചെയ്തതും റസൂല ആലോചിച്ചിട്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേറെ അതിൽ ചിരിക്കുകയുണ്ടായത്. ഈ സംഭവത്തെ ഉദ്ധരിച്ചിട്ട് ഹദീസ് ഉദ്ധരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനത്തെ ചില സംഭവങ്ങളെ ഉണർത്തി, കാനത്ത് തുദ്ഹിഖുഹു അഹ്യാനം ബിശൈഇൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ സൗദ എന്ന മഹദി ഇടയ്ക്കൊക്കെ ചിരിപ്പിക്കുമായിരുന്നു ഇങ്ങനെ വല്ല സംസാരവും നടത്തിയിട്ട് എന്നുള്ളതാണ്. സൗദക്ക് സുക്രാനിൽ മക്കളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അബ്ദുള്ള ഇബ്നു സക്രാൻ എന്ന് പറയുന്ന മകൻ സൗദക്കുള്ള കുട്ടിയാണ്. ചില ചരിത്രങ്ങൾ വായിച്ചപ്പോൾ അവർക്ക് 5 മക്കളുണ്ടായിരുന്നു. ഇപ്പോൾ തബഖാത്തുൽ കുബ്രയിൽ ഇബ്നു സഅദ് ഇവർക്ക് 5 മക്കളുണ്ടായിരുന്നു സക്രാനിൽ എന്ന് ഉണർത്തിയിട്ടുണ്ട്. പക്ഷേ പേര് വിവരങ്ങളില്ല. പേര് വിവരമുള്ളത് ഈ അബ്ദുള്ള ഇബ്നു സക്രാൻ എന്ന് പറയുന്ന കുട്ടിയെക്കുറിച്ചാണ്. അത് സൗദക്ക് സക്രാനിലുണ്ടായ കുട്ടിയാണ് എന്നുള്ളത് വന്നിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും എന്ത് ചെയ്തില്ല, ഈ പിന്മുറ നിലനിന്നിട്ടില്ല. ഇതാണ് സൗദ റളിയല്ലാഹു തആല അൻഹയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏറെ ഭയന്നിരുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ഏറെ മാനിച്ചിരുന്ന മഹദിയാണ് ആര്? ഉമ്മുൽ മുഅ്മിനീൻ സൗദ ബിൻത് ജംഅ റളിയല്ലാഹു തആല അൻഹ. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഞാനിവിടെ തുടക്കത്തിൽ തന്നെ കേൾപ്പിച്ചത്. അതാണ് മാതൃക. മനസ്സിലായില്ലേ? അള്ളാഹു അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആഗ്രഹം പ്രകടിപ്പിച്ചത് എന്താണ്? നിങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ എനിക്കവിടെ ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ആ ഒരു ആഗ്രഹം നിറഞ്ഞ മനസ്സിലേറ്റിയാണ് അവർ യാത്രയായിട്ടുള്ളത്, അവിടെ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹദികൾ ഉയർത്തെഴുന്നേൽക്കുന്ന സുംറത്തിൽ നമ്മളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അവർ സ്വർഗത്തിൽ ഇടം കാണുമ്പോൾ ആ പരിസരങ്ങളിലും നമുക്കും അള്ളാഹു ഒരിടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ്.